ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗപ്പികൾക്കും പ്ലാറ്റുകൾക്കും അങ്ങനെ എല്ലാ ഫിഷിനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ ആദ്യമൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട ഇലയാണിത്. അപ്പോൾ ഇത് മുരിങ്ങയുടെ ഇലയാണ്. അപ്പോൾ ഒരു 2 പിടി മുരിങ്ങ ഇലയുടെ ഇല എടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഉണക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നന്നായിട്ട് നല്ല വെയിലത്ത് ഉണക്കാൻ വെക്കുക. ഒരു ദിവസമൊക്കെ ഉണക്കാൻ വെക്കുക. അപ്പോൾ ഇതുപോലെ ഉണങ്ങി കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇച്ചിരിയൊക്കെ ഇപ്പോൾ കാണത്തുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലേ ഇച്ചിരിയെങ്കിലും കാണത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടിയ ഒരു പിടി മുരിങ്ങയില ഇല കാണും. അപ്പം ഇത്രയും എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒരു സംഭവം ചേർക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയുടെ പൊടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊക്കെ അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലിട്ടേ പൊടിക്കാൻ പറ്റത്തുള്ളൂ, കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട വേറെ ഒരു സംഭവമാണ് ഇതുപോലത്തെ കൊഞ്ച്, ഉണക്കക്കൊഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ പൊടിയത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കുന്നതായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ കടയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഉണക്കക്കൊഞ്ച് എടുക്കുക, ഒരു പാക്കറ്റ് ഉണക്കക്കൊഞ്ച് എടുക്കുക. അപ്പോൾ ഇതൊരു 3 പിടി കാണും. അപ്പോൾ 3 പിടി ഉണക്കക്കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു ഇല പൊടിച്ചതും ഉണക്കക്കൊഞ്ച് പൊടിച്ചതും നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണക്കാൻ വെക്കുക. അപ്പോൾ എന്നാലേ നല്ല ഫൈൻ ഇതുപോലെ പൊടിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണക്കാൻ വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കാവും, എന്നാലേ നല്ലതായിട്ട് മിക്സ് ആകത്തുള്ളൂ. ഇതുപോലെ കാണാൻ പറ്റും, ഒരു പച്ച കളറായിരിക്കും ഇതിൻ്റെ ഈ ഒരു കളറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓപ്ഷനിലാണ് ഈ ഒരു പെല്ലറ്റ് ഫുഡാണ് ചേർക്കുന്നത്. അപ്പോൾ പെല്ലറ്റ് ഫുഡ് ഉള്ളവർ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ, ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് റോയൽ ഗപ്പി ഫീഡ് എന്ന് പറഞ്ഞുള്ളൊരു പെല്ലറ്റ് ഫുഡാണ്. അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു 1/2 സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുക. ഉള്ളവർ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഈ ഒരു അളവിൽ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ കളർ ഒരു പച്ച കളറാണ് കാണുന്നത്, പക്ഷേ പച്ചയും ഒരു സ്കിൻ കളറും കൂടെ കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ നമ്മുടെ ഗപ്പികൾക്ക് നമ്മുടെ ഈ ഒരു കൊഞ്ചിൻ്റെയൊക്കെ ഈ ഒരു മുള്ളു പോലത്തെ സംഭവങ്ങളൊക്കെ അതിനൊക്കെ അകത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ച് നന്നായിട്ടൊന്ന് എടുക്കുക. നല്ല അരിച്ച് ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലത്തെ രീതിയിൽ നമ്മൾ അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് അരിച്ചെടുക്കുക. അപ്പം അരിപ്പ് വെച്ച് അരിക്കുന്നതാണ് നല്ലത്. അരിച്ചില്ലെങ്കിൽ അതിൻ്റെ അകത്തെ ചെറിയ തരിയൊക്കെ എടുത്ത് മാറ്റി കൈ കൊണ്ട് മാറ്റിയാലും മതി. അപ്പം അത് പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ഫുഡ് ഒരു 3 സ്പൂൺ ഫുഡ് കാണും. അപ്പം നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയുടെ പൊടിയാണെങ്കിൽ കുറച്ച് മാത്രം ചേർക്കുക. അപ്പോൾ കുറച്ചേ ചേർക്കാവൂ. അപ്പോൾ അതായത് ഒരു നിങ്ങൾക്ക് പൊടിച്ച് കഴിയുമ്പം ഒരു 1/2 സ്പൂണൊക്കെ കിട്ടത്തുള്ളൂ നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയുടെ പൊടി, അല്ലെങ്കിൽ കൂടുതൽ ഇടണം. അപ്പോൾ എനിക്കിപ്പോൾ 1/2 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ കൊഞ്ചിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ ഫിഷ് ഫുഡും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം വലിയ വലിയ ഫിഷസോ അല്ലെങ്കിൽ ഈ ആപ്പിൾ സ്നെയിലൊക്കെ കൊടുക്കാൻ പറ്റും. ആപ്പിൾ സ്നെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് നമ്മുടെ ഗപ്പികൾക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പുറത്തെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഗപ്പികൾക്കും പ്ലാറ്റുകൾക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇനി നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് ഓവർ ഫീഡ് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ
ഈ ഫുഡ് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ താന്നു പോകത്തില്ല. വേണമെങ്കിൽ താന്നു പോകണമെങ്കിൽ കുറച്ചെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ബോൾ പോലെയൊക്കെ ആക്കിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ച് വെച്ച് അതിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു ഫിഷസ് തിന്നോളും. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ച് പ്ലാറ്റി മൂളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് നല്ല സൂപ്പറായിട്ടുള്ള ഒരു പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയുടെ പൊടി എടുക്കേണ്ടത് ഒരു 1/2 സ്പൂൺ എടുക്കുക, കൊഞ്ചുപൊടി ഒരു 2 സ്പൂൺ എടുക്കുക. അപ്പം ഫിഷ് ഫുഡ് എത്ര വേണമെങ്കിലും ചേർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ അളവേ എടുക്കാവൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തീരെയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കിടന്ന് ബെല്ലൈക്കൺ ചെയ്യുകയാണ്. അപ്പോൾ ഹാക്ക് അറ്റാക്ക് സൈനിങ് ഔട്ട്.